വരുൺ എപ്പോ വരുമെന്നാ സൂര്യ പറഞ്ഞത്? വൈകുന്നു പറഞ്ഞു. ആ രാജു ഉണ്ടല്ലോ കൂടെ. അവൻ ഇത്തരത്തിൽ റിസ്ക് എടുത്തിട്ടുള്ള യാത്രകളൊക്കെ ഇഷ്ടാ. പക്ഷേ കേൾക്കുന്ന നമുക്കത് ഇഷ്ടാവണ്ടേ? ഭക്ഷണം കഴിക്കാൻ ഉണ്ടാകില്ല, എടുത്തു വെക്കേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതും ഈ രാജുവിന്റെ പരിപാടിയാ. ഈ മലമുകളിലേക്കും കാട്ടിലേക്കൊക്കെ ആരെങ്കിലും എത്തിയ അവിടെയുള്ള ഒരു സ്ഥിരം ഒരു പ്രയോഗം ഉണ്ടല്ലോ, നല്ല പന്നിയിറച്ചി കിട്ടും, നല്ല മ്ലാവിറച്ചി കിട്ടും, ഒന്ന് നോക്കണോ സാറേന്ന്. വന്നത്തെ പോലെ അല്ല, ഇപ്പൊ അവന്റെ മുഖം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഉണ്ടച്ച, കുറച്ചു മുമ്പ് നല്ല സന്തോഷത്തിലാ അവനോട് ചുറ്റിക്കറങ്ങിയിരുന്നേ. ആഹാ, അവന്റെ ഇഷ്ടത്തിന് വിട്. നിങ്ങൾ രണ്ടുപേരും കഴിച്ചേ. അച്ഛാ, ഇനിയിപ്പോ എസ്റ്റേറ്റിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാം. അച്ഛനും വരണം കൂടി ആ കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അച്ഛാ, അതുപോലെ അച്ഛനും വരനും കൂടെ തിരിച്ചു പോയാലും ഞങ്ങൾ ഇവിടെ കുറച്ചു നാളും കൂടി നിന്നോട്ടെ. ഇവിടെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ. സൂര്യക്ക് അസുഖമായ സമയത്ത് നമ്മൾ പലവട്ടം ഇവിടെ വന്നിട്ടുണ്ട്. അന്നൊക്കെ അഹങ്കാരം തലക്ക് പിടിച്ചിരുന്നതുകൊണ്ടാ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. മറ്റുള്ളവരുടെ ഈഗോയും നോക്കി നടക്കുകയായിരുന്നു. ഇപ്പൊ നീ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ തിരിച്ചറിവ്, അതാണ് ജീവിതത്തിന് വേണ്ടത്. നിങ്ങൾ ഇരുന്ന് കഴിക്ക്, ഞാൻ നിർത്തി. അയ്യോ അച്ഛാ, മതിയടാ. സന്തോഷിച്ചോ? ഒടുക്കത്തെ ദിവസം. കൊള്ളാം. തന്റെ ഈ കളർ സെൻസ് ഒരു രക്ഷയില്ല. താങ്ക് യു. ഇത്രയും കാലം ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇടാറുണ്ടായിരുന്നു, അപ്പോഴൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടത്തെ പ്രകൃതി ഭംഗി കണ്ടില്ലേ എന്ന് അച്ഛൻ ചോദിച്ചപ്പോ താൻ പറഞ്ഞ മറുപടി എന്താ? ഈഗോ കാരണം കണ്ടില്ല എന്നല്ലേ? അങ്ങനെ ഈഗോ കാണിക്കുന്ന ഒരാള് എന്ത് നിറയിട്ടാലും അതിനെപ്പറ്റി ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യം എന്താ എന്ന് ഞാനും ചിന്തിച്ചു. കുറച്ച് ഷാർപ്പാണ് കേട്ടോ. ഒരടി കിട്ടിയ തിരിച്ചു കൊടുക്കണമെന്ന് എന്തോ വല്ലാത്ത വാശി പോലെ. അങ്ങനെയൊന്നുമില്ല. വാതിലടച്ചിട്ടില്ലല്ലോ അല്ലേ?
ഇല്ല, ചാരിയാ മതിയെന്നാ വരുൺ പറഞ്ഞത്. മൃഗങ്ങൾ വല്ലതും അകത്തേക്ക് കയറുമോ? ഹേയ്, കാട്ടുമൃഗങ്ങളൊന്നും ഈ കോമ്പൗണ്ടിലേക്ക് വരില്ല. നമ്മൾ ഉറങ്ങാറാകുമ്പോഴേക്കും അവൻ എന്തായാലും വരും. ഉം.
അതേ, ഞാൻ അധികം കറങ്ങി നടന്നിട്ടൊന്നുമില്ല കേട്ടോ. കൃത്യസമയത്ത് റെഗുലറായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അല്ല, താനൊന്നും പറയില്ല എന്നറിയാം. പിന്നെ എനിക്കൊരു ഉത്തരവാദിത്തമൊക്കെ വേണമല്ലോ, അതുകൊണ്ടാണ്. ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാ. ഇതെന്താ വല്ലാത്തൊരു മാറ്റം? ഇപ്പോഴത്തെ കൽപ്പനയുടെ പെരുമാറ്റം കാണുമ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം പോയപ്പോ ഇല്ലേ, അതുപോലെ തോന്നുക എനിക്ക്. അത് ഇവിടുത്തെ ആംബിയൻസ് കൊണ്ട് എനിക്കങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു. വല്ലാതെ എന്ന് പറഞ്ഞാ നമ്മുടെ ജീവിതത്തില് ചില ഡെസ്റ്റിനേഷനൊക്കെ കുറിച്ചിട്ടില്ലേ, എന്തെങ്കിലും പോകണമെന്ന് കരുതി, അതുപോലൊരു സ്ഥലത്ത് എത്തിയൊരു ഫീല്. എടോ, ഉള്ളിൽ പ്രണയമുണ്ടെങ്കിൽ ഏത് സ്ഥലത്തെയും നമുക്ക് ഇതുപോലെ ആസ്വദിക്കാൻ പറ്റും. ഇപ്പോ പ്രണയം ഉണ്ടല്ലോ. ഞാനങ്ങനെ കറങ്ങി നടക്കണമെന്നൊന്നും തോന്നണ്ട കേട്ടോ. ഇപ്പോ ഇതുവരെ കാണാത്ത സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടുവയ്ക്കുക. എന്തിനാണെന്നറിയോ? തന്നെ കൊണ്ടുവരാൻ. എന്താണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഇതെല്ലാം നടക്കുന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. നാളെ കാണാം. അയ്യോ, എന്തായത് മോനെ? എടാ
സൂര്യ വേണ്ട, സൂര്യ വേണ്ട. സൂര്യ മോളെ. പോലെ, ഞാൻ പറയുന്നത് കേൾക്ക്. സൂര്യ. അയ്യോ വേണ്ട. അച്ഛാ, സൂര്യ വേഗം പോലെ. കേൾക്ക്. വേണ്ട, വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. സൂര്യ, സൂര്യ വേണ്ട. സൂര്യ വീട്. സൂര്യ മോളെ. വേണ്ട മോനെ. ആരാ ഇത്? ആരാ? അച്ഛാ, വീടാൻ പറ, വേണ്ടെന്ന് പറ. സൂര്യ, സൂര്യ വേണ്ട മോനെ. മോനെ വേണ്ട. മോനെ അയ്യോ സൂര്യ. വരുൺ അങ്ങോട്ട് പോണ്ട. വാടാ. സൂര്യ, അങ്ങോട്ട് ഇങ്ങ് വാ. വരൂ. എന്നാലും ആരാന്ന് അറിയാൻ പറ്റില്ലല്ലോട്ടോ. അറിയില്ല. അച്ഛാ. സൂര്യ, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാലും ആരാന്ന് അറിയില്ലല്ലോ. ആരായാലും കുറെ നേരമായി വീടിനകത്തുണ്ടെന്നാ തോന്നുന്നത്. ഏട്ടാ, ഞാൻ വന്നു കയറിയപ്പോ അടുക്കളയിൽ വല്ലാത്തൊരു ശബ്ദം കേട്ടു. അച്ഛാ, ഞാൻ ചെന്ന് നോക്കുകയും ചെയ്തു. അപ്പൊ ആരും കണ്ടുമില്ല. ഇവിടെ ഇപ്പൊ ആരങ്ങനെ വരാനാ? വല്ല കള്ളന്മാരും ആയിരിക്കും. നാളെ സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക്. അതൊക്കെ വേണോ അച്ഛാ? സൂര്യ, ഞങ്ങൾ പോയിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കുക എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട. എന്തോ ഒരു അപകടം ഇവിടെ ഉണ്ട്. എന്ത് അപകടം? കള്ളന്മാരെവിടെ ഇല്ലാത്തത്? മോഷണ ശ്രമം നടത്തുന്നതിനിടയിൽ പിടിക്കപ്പെട്ട അവര് കത്തിയൊക്കെ കാണിച്ച് കൊല്ലാൻ ശ്രമിക്കും എന്ന് കരുതി നമുക്ക് നാട് വിട്ട് പോകാൻ പറ്റുമോ? വേണ്ട വരുൺ, റിസ്ക് എടുക്കണ്ട. അതെടാ, ഒന്നിച്ച് നിൽക്കുന്ന ദിവസങ്ങൾ നമുക്ക് സന്തോഷമായിട്ട് ചുറ്റിക്കറങ്ങാം. അത് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഒന്നിച്ച് മടങ്ങാം. ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങൾ ഇങ്ങനെ പേടിച്ച് നിൽക്കാൻ പാടില്ലല്ലോ. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ, എവിടെ ചെന്നാലും നമുക്ക് പിന്നിൽ ശത്രുവുണ്ട്. എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. വാ. വാടാ. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ വക്കീലെ? രാധികയുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നുമില്ലാതെ ഞാൻ നോക്കിക്കോളാം. ബാക്കി കാര്യങ്ങള് വക്കീലിന്റെ കയ്യിലാ. രാവിലെ ഒരു 10:30 ഞങ്ങൾ എത്താം. ഓക്കെ? മാലിനി, കൊട്ടാരക്കരയ്ക്കടുത്ത് കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫാം ഹൗസ് കണ്ടില്ലേ? അതിന്റെ ആളുകളെ ഒന്ന് വിളിക്കണം. പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച തന്നെ അത് രജിസ്റ്റർ ചെയ്യാന്ന് പറ. അവര് എപ്പോഴും റെഡിയാണ് മാഡം. പക്ഷേ എന്താ ഒരു പക്ഷേ? നാളത്തെ രജിസ്റ്റർ ഓഫീസിലെ കാര്യങ്ങളിൽ എനിക്ക് എന്തോ ഒരു ആശങ്കയുണ്ട്. നാളെ 10:30 നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ എത്തുന്നു. ശ്യാമയുടെയും രാധികയുടെയും പേരിലുള്ള സമ്പത്ത് മുഴുവൻ അവള് നമുക്ക് എഴുതി തരുന്നതിന്റെ പ്രമാണം രജിസ്ട്രാർ ഒപ്പിടുന്നു. പിന്നെ എന്താ അതിലൊരു സംശയം? മാഡം, പ്രമാണം വായിച്ചു നോക്കാനോ മറ്റോ രാധിക ശ്രമിച്ച? നാളെ രജിസ്റ്റർ ഓഫീസിലേക്ക് കേറുന്നത് മുതൽ അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ നമ്മുടെ വക്കീല് തീരുമാനിക്കുന്ന കാര്യങ്ങളാ അവിടെ നടക്കുക. രജിസ്റ്റർ ഓഫീസിലെ ഓരോ ഉദ്യോഗസ്ഥർക്കും എത്രയാ വിഹിതമെന്ന് കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട്. രജിസ്ട്രാറുടെ മുന്നിലെത്തുമ്പോ ഒപ്പിടേണ്ട കോളം അല്ലാതെ മറ്റൊന്നും രാധിക കാണില്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല മാഡം. മാഡത്തിന്റെ ഐഡിയാസ് ഒന്നും പാളിപ്പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട്. ഇതുവരെ കളിച്ച കളികളുടെ കലാശക്കൊട്ട നാളെ.
നാളെ രാധികയുടെ ഒരു ഒപ്പ് പതിഞ്ഞു കിട്ടിയ ശ്യാമ വാരിക്കൂട്ടി വച്ചിരിക്കുന്ന സകല സമ്പത്തും പിന്നെ എന്റെ പേരില. അതോടെ നമ്മൾ ഇവിടുന്ന് നാടുവിടുന്നു. പിന്നെ നമ്മൾ പുതുതായി എടുക്കുന്ന ഫാം ഹൗസിൽ കുറച്ചു കാലം, ആഘോഷങ്ങൾക്ക് മാത്രമായിട്ട് കുറച്ചു കാലം. കേട്ടോ മാലിനി? ആയിക്കോട്ടെ മാഡം. എപ്പോഴൊക്കെയോ ശ്യാമ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉള്ളതൊക്കെ ഞാൻ നിനക്ക് എഴുതി തരാം, എന്റെ മകളെ കണ്ടുപിടിച്ചു തന്നാ മാത്രം മതിയെന്ന്. കണ്ടെത്തിയ മകൾക്കാവട്ടെ സ്വത്തിനോട് ഒരു തരിമ്പ് പോലും താല്പര്യമില്ല. അപ്പൊ പിന്നെ ഒരു കുറ്റബോധത്തിന്റെ ആവശ്യമുണ്ടോ?